ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് അൽദാസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 15 to 20 മിനിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിൽ നിന്ന് നേരെ മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് തൊട്ടടുത്തുള്ളത് നല്ല അടിപൊളി പാവഭാജിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, പുതുതായിട്ട് തുടങ്ങിയതാണ്. സോ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് കസവനഹള്ളി സ്ട്രീറ്റിൽ നിന്ന് നേരെ മെയിൻ റോഡിലേക്ക് കടന്നു. മെയിൻ റോഡിൽ ബലന്തൂർ ശരിക്കും സർജാപൂർ മെയിൻ റോഡ് എന്നാണ് ഇത് പറയുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് എൻ്റെ ഹസ്ബൻഡ് പോകുന്ന കൾട്ട് ജിമ്മാണ് കേട്ടോ. നീ അതും എടുത്ത് യൂട്യൂബിലിട്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നെ നാട്ടിക്കോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ജിമ്മിലെ മാവേലിയാണ് എൻ്റെ ഹസ്ബൻഡ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ പോവാറുള്ളൂ. ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പോവാറുള്ളത്. അപ്പോൾ ജിം മാസ്റ്ററും അതുതന്നെയാണ് പറയാറുള്ളത്. അയാളും മലയാളിയാണ്, മാവേലിയാണോ. ഇത് ഞാൻ പോവാറുള്ളൊരു വിഷ്ണു ടെമ്പിളാണ് കേട്ടോ. പിന്നെ ഈ ചെറിയൊരു അമ്പലം കാണുന്നത് ഞാൻ പോവാറില്ല, ശ്രീരാമ ഹനുമാൻ ടെമ്പിളാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റാണ് കേട്ടോ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ഞാനും ഹസ്ബൻഡും രാവിലെ ചിലപ്പോൾ നടക്കാൻ പോകാറില്ല ഒരു പാർക്കാണിത്. ഇത് കൈക്കൊണ്ടർഹള്ളി ലേക്ക് എന്നാട്ടോ പറയുന്നത്. ഇവിടെ ലേക്ക് ഉണ്ട് നടുവിൽ. ഈ ലേക്കിന് ചുറ്റുമാണ് നമ്മൾ നടക്കാറുള്ളത്. ഒരു റൗണ്ട് നടക്കുന്നത് തന്നെ അത്യാവശ്യം 2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ, അത്യാവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ അൽദാസിലേക്ക് പോകുന്നത് മനസ്സിൽ അൽദാസ് മാത്രമായിരുന്നു. നല്ല ഫുഡ് കഴിക്കാമെന്നല്ല. കാരണം അൽദാസിൽ നിന്ന് എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസയും, എനിക്ക് ഡോമിനോസിലെ പിസേനെക്കാട്ടും ഇഷ്ടം അൽദാസിലെ പിസ കേട്ടോ. പിന്നെ ഇവിടെ ആനന്ദ് സ്വീറ്റ്സ് കാണാം. ആനന്ദ് സ്വീറ്റ്സ് കുറച്ച് ബാംഗ്ലൂർ ഫേമസ് ആണ്. പിന്നെ നമുക്ക് തലശ്ശേരി റെസ്റ്റോറൻറ്റ് കാണാം. ഇതാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നമ്മളെ ബിരിയാണിയൊക്കെ കുറച്ചെങ്കിലും നാട്ടിലെ കോഴിക്കോട് ബിരിയാണീൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ അതായത് ടേസ്റ്റ് ഉണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ബിരിയാണി നമ്മളെ കേരളത്തിലെ ആ ഒരു കോഴിക്കോട് ടച്ച് കിട്ടുന്നത് പിന്നെയെങ്കിലും തലശ്ശേരി നിന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് മേഘന ബിരിയാണി, അത് ഫുൾ ആന്ധ്ര സ്റ്റൈലാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഓർക്കിഡ് ഇൻ്റർനാഷണൽ സ്കൂളാണ്, അവിടെ അടുത്തുള്ളൊരു സ്കൂളാണ്. ഇതൊക്കെയാണ് പുറത്തെ കഴിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ ഫുള്ള് എന്താ പറയുക, നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ളതാണ്. കാരണം വിശപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതൊരു 9-9:30 ആണ്. അങ്ങനെ അത് ഓപ്പോസിറ്റ് കാണുന്നതാണ് അൽദാസ്. ഇവിടെ അത്യാവശ്യം എപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു പോകുന്നതിൻ്റെ മുന്നേ, കാരണം ഭയങ്കര റഷല്ലേ അവിടെ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മളെ ടേബിൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് പോരടിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഒരു 1/2 hour വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയത്. നല്ല ഫുഡാണ് ഇവിടെ ഉണ്ടാവാറില്ല. ഇവിടുത്തെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റാണ് ശരിക്കും. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കുറേ എന്തൊക്കെയോ കെച്ചപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില്ലി ഫ്ലേക്സ്. നമ്മൾ എന്താ പറയുക, പിസയൊക്കെ ഓർഡർ ചെയ്താലുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ഹസ്ബൻഡ് മെനു കാർഡ് നോക്കുന്നുണ്ട്. മെനുവിൽ കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഗ്യാസിൻ്റെ ഷോർട്ടേജും ഉണ്ട്. ഇപ്പം കുറേ സാധനങ്ങൾ നമ്മൾ ചോദിക്കുമ്പം ഇല്ല അവിടെ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു.
അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് ഒരു മിൻറ്റ് ഫ്രഷ് ലൈമാണ്. മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള മിൻറ്റും 7-Upഉം കൂടിയാണ്. അതൊരു ഡ്രിങ്കും. പിന്നെ ഉള്ളത് ഈ പേരക്കേൻ്റെ ഏതോ ഒരു ഡ്രിങ്കാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഡ്രിങ്ക്സൊക്കെ വളരെ കുറച്ചുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ജ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ 7-Upൽ മിൻറ്റ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേത് പേരക്കേൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ളത്. പിന്നെ ഗ്രിൽഡ് ചിക്കനാണ് വന്നത്. അൽഫാം ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ നാട്ടിലെ പോലെ അൽഫാം വലിയ വലിയ പീസായിട്ട് കിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പല പ്രാവശ്യം ഇവിടെ അൽഫാം ഓർഡർ ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. നാട്ടിലെ അൽഫാമാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു നഹദി കുഴിമന്തി ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഇവിടുത്തെ പോയിട്ടില്ല, നാട്ടിൽ പോയിട്ടുണ്ട്. അത് അവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓർഡർ ചെയ്തതിൽ തന്തൂരി ചിക്കനായിരുന്നു. പക്ഷേ ചിക്കനൊന്നുമല്ല, കുറേ മൈദയിലും പിന്നെ കോഴിമുട്ടയും അങ്ങനെയൊക്കെ അല്ലേ അതിൽ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള റോള് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ലായിരുന്നു മൊത്തത്തിൽ. സാധാരണ ബിരിയാണി റൈസ് നല്ല ടേസ്റ്റിൻ്റെ പിസ ഉണ്ടായിരുന്നു, പക്ഷേ മൊത്തത്തിൽ ഫ്ലോപ്പായിപ്പോയി ഈ ഒരു ഡിന്നർ.